നമ്മള് ഓവർ തിങ്കിങ് ഒളിമ്പിക്സിന്റെ പോഡ്കാസ്റ്റിന്റെ 4ാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ ഇരിക്കുന്നതല്ലേ. അപ്പോ നമുക്ക് ഇന്ന് കുറച്ചും കൂടി നമ്മളുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങള്, നമ്മളായിട്ടില്ല പൊതുവെ ഒരു ഫുട്ബോൾ ഫാൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം സംസാരിക്കാൻ തോന്നുന്നു. അതന്നെ നമുക്കിപ്പോ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് ഒരു അർജന്റീനയുടെയും മെസ്സിയുടെ ഒക്കെ വരവ്. ഇത് എത്ര സംഭവം ഈ ചർച്ച വന്നു തുടങ്ങി? ഒരു 1-2 മാസമായി തോന്നുന്നു അല്ലേ? അതിലും അധികമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചെന്നാ പിന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. അർജന്റീനയുടെ കേരളത്തിലേക്കുള്ള വരവ് അങ്ങനെ സാധ്യമാകാൻ പോകുന്നു. നമുക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അതിങ്ങനെ ഒരു നമുക്ക് ലാസ്റ്റ് നമ്മൾ എത്തിയെന്ന ഒരു നെഗറ്റീവ് സൈഡിലാ തോന്നുന്നില്ല, വരവുണ്ടാവില്ല അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് അപ്രതീക്ഷിതമായിട്ടൊരു ഗ്രീൻ സിഗ്നൽ അല്ലെ അവരെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കിപ്പോ ആ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോ ഇപ്പൊ കേരളത്തിലെ ആ ഒരു ഫുട്ബോൾ വൈബിന്റെ ഇതില് എല്ലാരും ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലേ? ഇനിയിപ്പോ മെസ്സി വരുവാന്നില്ലെന്നാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഒരു ചർച്ച തന്നെ. മെസ്സി ഫാൻസ് നിലയിലാണ് അർജന്റീന എന്നുള്ളതിനെ കുറിച്ചേക്കാളും മെസ്സി ഫാൻസ് വരുമെന്നില്ല സംഭവം ചർച്ച കുറച്ചിങ്ങനെ അടിച്ചു കയറിയിരിക്കുന്നത്. അപ്പോ മെസ്സി വന്നാൽ ശരിക്കും പറഞ്ഞ ഒരു ഓണം തന്നെ ആയിരിക്കും. മെസ്സി എന്നല്ല, അർജന്റീന 2022 കപ്പടിച്ച സെയിം സ്ക്വാഡ് വരുന്നാണ് പറയുന്നത്. അപ്പൊ അത് വന്നാല് ഒരു ഓളം തന്നെ ആയിരിക്കും. സെയിം സ്ക്വാഡാന്ന് കൺഫേം ആക്കിയിട്ടില്ല. അല്ല ചിലപ്പോ 2026 വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന ചിലപ്പോ ആ ടീമായിരിക്കും വരിക, അല്ലെങ്കിൽ 2022 വേൾഡ് കപ്പ്. അത് ഒരു കൺഫർമേഷൻ ടീമിന് കൺഫർമേഷൻ വന്നിട്ടില്ല. അല്ല ഇവര് പറയുന്നതാണ്, അതായത് മന്ത്രിയായാലും പറയുന്ന കാര്യമാണ് ഈ സംഭവം. സെയിം സ്ക്വാഡ്, അതായത് 2022 കപ്പടിച്ച അതേ ടീം വരുന്ന പറയുന്നു. പക്ഷെ അത് പറയുമ്പോ പോലും ഡീമറിയ ടീമിനില്ല. അല്ല ന്യൂസിലായാലും എല്ലാത്തിലും പറയുന്നത് 2022 പ്ലേയേഴ്സ്. പക്ഷെ അതെന്തായാലും നടക്കുന്നില്ല. അതിന് അവരൊരു പ്രൊമോഷൻ. എനക്ക് തോന്നുന്നു ആ കപ്പടിച്ച അർജന്റീന ടീമിനെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ പ്രതീക്ഷിക്കുന്നത് മെസ്സി എന്നുള്ളൊരു ഇതിഹാസ താരത്തിനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയില് മെസ്സി ഇത് മുമ്പ് വന്നിട്ടില്ല ഇതുവരെ. മുന്നേ അർജന്റീന ടീം തന്നെ വന്നിട്ടുണ്ട് 2014 അങ്ങനെ എന്തോ സംഭവം കേട്ട് ഏതോ ഒരു കളിക്കാൻ തന്നെ ആയിട്ടോ ആയിരിക്കില്ലേ നമുക്കൊന്നൊരു ഇതിനിപ്പോ ഒരു മാച്ച് എന്നുള്ള രീതിയിൽ അല്ല ആൾക്കാര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മെസ്സിയെ കേരളത്തിൽ കാലുകുത്തിക്കുക, അങ്ങനെ ഒരു അടുത്ത് കിട്ടുക. പക്ഷെ ആ അടുത്തിട്ടാന്ന് പറയുമ്പോ അർക്കൊന്നുമില്ല. കാരണം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊച്ചിയോ തിരുവനന്തപുരം കൊച്ചിക്ക് കുറെ സേഫ്റ്റി ഇഷ്യൂന്റെ കാരണം അവർക്ക് എങ്ങനെ അവിടെ പെർമിഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ISL കേരള ബ്ലാസ്റ്റേഴ്സിന് പോലും പെർമിഷൻ കിട്ടാത്ത സിറ്റുവേഷൻ വന്നത്. ഗ്രീൻഫീൽഡ് ആവാൻ തന്നെ 55,000 കപ്പാസിറ്റി ആയിരുന്നു. 40,000 ആൾക്ക് ഇരിക്കേണ്ട സംഭവമാണ് വിസിറ്റ് ഉള്ളൂ ഓൾറെഡി ഇപ്പൊ ഇല്ലെങ്കിൽ. എത്ര ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അതെനക്ക് തോന്നുന്നു. പക്ഷെ ഇവര് അതിന്റെ സ്പോൺസർ പറയുന്നത് എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കും, റോഡ് ഷോ കാണാനുള്ള സൗകര്യം ഒരുക്കും. പക്ഷെ അയാളെ പറച്ചില് പറയുമ്പോൾ നമ്മളിപ്പോ അവര് സ്പോൺസർ ചെയ്യുന്ന അവരൊന്നും ഒരു ബെനിഫിറ്റ് കണ്ടിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവരുടെ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു റിപ്പോർട്ടില് പ്രകാരം അപ്പൊ അത്രയും ആൾക്ക് തോന്നുന്നു പ്രൈസ് ഇതിന്റെ ഒരു ടിക്കറ്റ് വില എങ്ങനെയാണെങ്കിൽ നല്ല കൂടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല റേറ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ? വെച്ചാല് ഈ നാട്ടിലേറെല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന ടീംസും ഉണ്ടാവും. മെസ്സി വരുന്നോണ്ട് ആരാധകരുണ്ടാവും. അപ്പൊ അവർക്ക് എന്തായാലും നല്ല റേറ്റിന് ടിക്കറ്റ് കൊടുക്കും. ഈ ഷോ എന്ന് പറയുന്നത് നമ്മളാണല്ലോ എത്രമാത്രം സേഫ്റ്റി കൺസേൺ ആയിരിക്കും. ഇപ്പം RCB കപ്പടിച്ചിട്ട് ബാംഗ്ലൂർ വരുന്ന സംഭവം നമ്മൾ കണ്ടു. അല്ല അതുപോലത്തെ ചെറിയ പ്രിപ്പറേഷൻ ആയിരിക്കൂല തോന്നുന്നു. അല്ല എന്താണെങ്കിലും പരിമിതി. കാരണം കേരളം സർക്കാരിന് എത്രമാത്രം അത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണണം. വെച്ചോ ബാംഗ്ലൂര് പോലെ ഒരു ഫ്രാഞ്ചൈസിന്റെ സംഭവം കപ്പടിച്ച ടൈം എന്തെങ്കിലും ഇഷ്യൂ നടന്നു ക്രൗഡിന്റെ. അപ്പൊ അതിന്റെ ഇരട്ടിയാലും മീൻസ് കേരളത്തിലാണ് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ആൾക്കാർ കേരളത്തിലോട്ട് വരും. അപ്പൊ ആ ഒരു ക്രൗഡ് കൺട്രോൾ എത്രമാത്രം ഓക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പം അതൊരു മാനേജ്മെന്റ് ചെയ്യാൻ കേരളത്തിന് പറ്റും. പറ്റാൻ അത്രയും സംവിധാനങ്ങൾ ഒരുക്കും. അതായത് ഇതിപ്പോ ഒരു എന്താ പറയാ ഒരു പ്രൈവറ്റ് ആൾക്കാരിന്റെ ചെയ്യുന്നതാണെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണെങ്കിലും, പക്ഷെ ഇത് കേരള സർക്കാർ കൂടി ഏറ്റെടുത്തിട്ട് കായിക മന്ത്രി ആയാലും അല്ലെ സർക്കാർ എല്ലാരും കൂടി ഏറ്റെടുത്ത് നടന്ന ഒരു പരിപാടിയാണ്. അതൊക്കെ അതിന് ഫിനാൻഷ്യൽ ചെയ്യുന്നത് വേറെ ആൾക്കാരാണെങ്കിലും പക്ഷെ അതൊരു സർക്കാരിന്റെ ഒരു പരിപാടി ഇതിന്റെ രീതിയിൽ തന്നെ
എനിക്ക് തോന്നുന്നു അതിനൊരു ഇത് കൊടുക്കുന്നുണ്ട് ഇവര്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്ലേയേഴ്സിന്റെ സേഫ്റ്റി ഓക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ക്രൗഡ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിച്ചത്. സ്റ്റേഡിയത്തിൽ കുറെ വേരിയൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ക്രിക്കറ്റിന്റെ ആയതുകൊണ്ട് ബാറ്റിംഗിലേക്കെല്ലാം എൻട്രി സൈഡിൽ നിന്നല്ലേ, ഫുട്ബോളിന് സെന്ററിൽ നിന്നൊക്കെ വരുക. അതെന്തെല്ലാം മാറ്റം വരുത്താനുണ്ട്. പിന്നെ പിച്ചിന്റെ ക്രിക്കറ്റ് പിച്ച് അല്ലേ, അത് ഫുട്ബോൾ ഓൾറെഡി ഇപ്പം ഏഷ്യൻ ഗെയിംസിന്റെ ആണ് സംഭവം. ഇല്ല, ഇത് വേൾഡ് കപ്പിന് ക്രിക്കറ്റ് സ്റ്റേഡിയം തിരുവനന്തപുരം ഇല്ല. അല്ല അങ്ങനെയല്ല, ക്രിക്കറ്റ് അല്ല, അതല്ലടാ ഇപ്പൊ കളി നടന്നോണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ആ ക്രൗഡിൽ നടന്നിട്ടുണ്ട് കളി. പക്ഷേ ഇന്റർനാഷണൽ ടീം അർജന്റീന പോലത്തെ ഒരു ടീം വന്ന് കളിക്കുമ്പോൾ നമ്മൾ നോർമൽ കളിക്കുന്ന പിച്ച് പോലെ ആയാൽ പോരാ ഗ്രൗണ്ട്. അവർക്ക് എന്തെല്ലോ ഭയങ്കര ഇതുണ്ട്. കൺസേൺ ആയ കാര്യങ്ങളുണ്ട്. ഇത്രയും ഷോർട്ട് ആകുമ്പോൾ ഇപ്പൊ പിച്ചൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റുമോ? മിക്കവാറും ആർട്ടിഫിഷ്യൽ ഗ്രാസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അല്ല, അത് അർജന്റീന ടീം തന്നെ പറയുന്നുണ്ട് ഇന്ന ടൈപ്പ് ഗ്രാസ് വേണമെന്നെല്ലാം പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ഡിമാൻഡ് എന്തായാലും ഉണ്ടാവും. കേരളത്തിൽ ഇപ്പം ആലപ്പുഴ മീൻസ് ഞാനിന്ന് കുറെ രാജ്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അവരൊക്കെ ചില ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ നമ്മളെ തയ്യാറാന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ഫിക്സ് ആയില്ല. ഇന്ത്യയിൽ ഒരു ടീമിന്റെ അപ്പുറം ഉണ്ടാവില്ല. ഇന്ത്യൻ ടീമിന്റെ ചാൻസ് ഇല്ല. അല്ല അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്നുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, അങ്ങനെ കാര്യമില്ലെന്നല്ല. കൊണ്ടുവരുന്നത് എന്തിന്റെ പർപ്പസ് എന്നാ? ഇന്ത്യൻ ഫുട്ബോൾ വളർത്തിയെടുക്കാൻ മോട്ടിവായിട്ട്. പക്ഷെ ഒരു ഇത്രയും ലോക നിലവാരം, അല്ല ഞാൻ കുറ്റം പറയുന്നില്ല, യാഥാർത്ഥ്യം പറയുന്നത്, ഇത്രയും ലോക നിലവാരമുള്ള ഒരു ടീമിന്റെ അപ്പുറം ഓപ്പോസിറ്റ് കളിക്കുകയെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട ടീമായാലും ആ കളി ആസ്വദിക്കാൻ വേൾഡ് കപ്പ് എടുത്ത ഒരു ടീമിന്റെ അപ്പുറം ആ ഒരു ലെവലിൽ സംഭവം നോക്കണ്ടേ. പക്ഷെ ഒരു ഫ്രണ്ട്ലി മാച്ച് ആണെങ്കിൽ കൂടി ഇന്ത്യയിലെ ഒരു ടീമിന് അർജന്റീന പോലെ നാഷണൽ ടീമിനൊക്കെ കളിക്കാൻ വെച്ചാൽ ഒരു പ്രാക്ടീസ് മാച്ച് കൂടിയാണ്. അപ്പം മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങളിൽ അത് ഗവൺമെന്റിന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ടീം ഫുട്ബോളിൽ എന്താ പക്ഷെ അവര് നിക്കണ്ടേ, അർജന്റീനക്കാരേക്കൂല ഇനി. അനക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇന്ത്യയിലെ ഒരു ടീമിനെ കുറച്ച് കാണുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ടീം ഇവ അർജന്റീന പോലെ ഒരു ലോകതല ടീമായിട്ട് എതിർ ടീമായിട്ട് കളിക്കുമ്പോ അതിനെ കൊണ്ട് നമുക്കത് ഏകദേശം റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒന്ന്. അതായത് നമുക്ക് ആ മാച്ചിന്റെ റിസൾട്ടും അല്ലെ ആ മാച്ചിന്റെ ശൈലിയും ഒരു മാച്ചിന് വെച്ചാൽ ഒരു ആവേശം ഏകപക്ഷീയമായ ആദ്യ ഒരു മുൻവിധിയോടുകൂടെ നമ്മൾ പോയാലേ ആ മാച്ച് വെച്ചാൽ രണ്ട് സൈഡും കുറച്ച് ഒരു ഫൈറ്റിംഗിൽ ഒരു ഇത് വരണം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇവര് അതിന് വേണ്ടിട്ട് ഇപ്പൊ ഇന്ത്യൻ ടീമായിട്ട് കളിക്കോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തായാലും ഒരു നല്ലൊരു ഓപ്പോസിഷൻ എന്നുള്ള ടീമിലെ ഫിഫ റാങ്കിങ്ങിൽ കുറച്ചും മുമ്പിലുള്ള രാജ്യം തന്നെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ഇന്ത്യൻ ടീമിന്റെ അപ്പുറം കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ ടീം വെച്ച് കളിക്കാൻ ചാൻസ് ഇല്ല അർജന്റീന. ടീം വെച്ചിട്ട് കളിക്കും. അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഓക്കെ അർജന്റീന ടീം വരുന്നു, മറ്റു രാജ്യങ്ങളൊന്ന് കോമ്പറ്റീഷൻ ചെയ്തോട്ടെ, അത് ഓക്കെ. പക്ഷെ അതല്ല ഇന്ത്യൻ ടീമിനോ അവരായിട്ട് ഒരു മാച്ച്, ഒരു സിംഗിൾ ഡേ ഒരു മാച്ച് അർജന്റീന ടീമും ഇന്ത്യൻ ടീമും വെച്ച് കളിക്കുന്നത് അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യൻ ടീം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഒരു മാച്ച് കളിച്ചോളും പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല അങ്ങനെ അല്ല അത് പറ്റാണ്ടില്ല, പക്ഷെ ചെയ്യൂല. അത് മാത്രല്ല ഇവർക്ക് ഒരു ടൈമിന്റെ ഇതുണ്ട്. ഇവർ ഓൾറെഡി ഷെഡ്യൂളെല്ലാം അല്ല പ്ലേയേഴ്സിന് തന്നെ ഒരു കളിക്ക് എന്ന് പറയുന്നത് ക്യാഷ് ഇല്ലേ. അതൊക്കെ ഇന്ത്യൻ ടീമിനൊപ്പം ഒരു കളിച്ചാല് ആ ക്യാഷ് കിട്ടണം എന്നില്ല ഇവർക്ക്. അങ്ങനെ ഇതിലേ കളിക്കൂല ഇവര്. അങ്ങനെ വെറുതെ ഒരു മാച്ച് എന്നുള്ള ഒരു ഇതിൽ കളിക്കൂല അവർ. വരുന്നതുകൊണ്ടുള്ള ഉദ്ദേശം മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ടൂറിസം ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്പോർട്സ് റിലേറ്റഡ് ഈ ഫുട്ബോൾ ഒരു എന്താ പറയാ മേഖലയല്ല, എന്താ പറയാ ഫുട്ബോൾ ആ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവത്തിന് ഒരു ഹൈപ്പ് ഉണ്ടാവാത്ത. ടൂറിസം നോക്കുകയാണെങ്കിൽ ഫുട്ബോളിനൊക്കെ പല കാര്യങ്ങളും ഇന്ത്യയിൽ ടൂറിസം വഴി ഡെവലപ്പ് ചെയ്യാനുണ്ട്. അർജന്റീന പോലെ രാജ്യത്തിന് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയിലെ ഫുട്ബോളിന് എന്ത് ഗുണം ഉണ്ടാകുമോ? അങ്ങനെയല്ലടാ, ഫുട്ബോളിന്റെ വളർച്ച മാത്രം മുമ്പ് കണ്ടിട്ടുള്ള ഒരു പരിപാടിയിൽ നമ്മളിതിനെ കാണണ്ട. അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു വികാരം തന്നെ പറയാം. ഓക്കെ, അർജന്റീന, ബ്രസീൽ, അങ്ങനെയല്ല പോർച്ചുഗൽ പോലെ ടീമുകൾ, സ്പെയിനൊക്കെ ടീമുകൾ. ഇപ്പൊ നമ്മള് ഇവരുമായിട്ട് നമ്മൾ ഈ ഫുട്ബോളാണ് ഇവരെ കുറച്ചും കൂടി നമ്മൾ അറിഞ്ഞതും അല്ലെ കുറച്ചും കൂടി നമ്മൾ അത് ഇൻട്രസ്റ്റ് ആയതും ആ ഒരു ഫുട്ബോളിന്റെ ഇത് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയാ ഇത്രയും ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു താരത്തെ നമ്മുടെ നാട്ടിലെത്തിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ കുറെ ബിസിനസ് പരമായിട്ടും അല്ലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. നമുക്ക് അതിന്റെ കൂടുതൽ വശങ്ങൾ അറിയില്ല. നമുക്കൊന്ന് ഫുട്ബോളിന്റെ വളർച്ച മാത്രം കണ്ടിട്ട് അല്ലെ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രം ഈ ഒരു പരിപാടിനെ കാണാൻ കഴിയില്ല. പക്ഷെ ഒരു കൺസേൺ ആക്കി കാണണ്ടേ?
ഇതിന്റെ എന്ന് വെച്ചാല് ഫുട്ബോളിന് എന്റെ ഒരു അഭിപ്രായത്തില് ഫുട്ബോളിന് ഈ ഇപ്പൊ അർജന്റീന ടീം വന്ന് കളിച്ചതിനെ കൊണ്ട് അതിന്റെ ഒരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല അങ്ങനെയല്ല, എന്ന് വെച്ചാ ഇപ്പൊ അർജന്റീനക്ക് വേണ്ടിട്ട് പ്രൈവറ്റ് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അർജന്റീന ടീമിനെ നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അതേ പ്രൈവറ്റൈസേഷൻ ഇന്ത്യൻ ഫുട്ബോളിൽ കൊണ്ടുവന്നാൽ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്തെടുത്തൂടെ? ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ജനം കാണുന്നില്ലേ മറ്റേ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ചെയ്യുന്നില്ല. അത് ഓരോ ഈ സ്റ്റേഡിയത്തിന്റെ അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് സ്പോൺസർമാരെ കൊണ്ടൊന്നുമില്ല. ഈ പറയുന്ന പോലെ ആളെ ഫുട്ബോൾ കളി നടക്കുമ്പോഴും എന്ത് ഒരു മത്സരം നടക്കുമ്പോഴും ഈ സ്റ്റേഡിയത്തിന്റെ അവർക്കാണ് ഈ റവന്യൂ കിട്ടുന്നത്. അത് അവര് കൃത്യമായി ചെയ്യാത്തതിന് പിന്നെ ബാക്കിയുള്ളവര് ചോദിച്ചില്ലേ സ്പോൺസറിന്റെ കാര്യം. ഇപ്പം മെസ്സി എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുന്ന അതിനനുസരിച്ച് ലാഭം കിട്ടും. പക്ഷെ ഇന്ത്യൻ ഫുട്ബോളിനെ ഇപ്പം ഡെവലപ്പ് ചെയ്യാനല്ലേ നീ പറഞ്ഞേ, ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാത്തെ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ നന്ന ബാക്കിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ വെച്ചോ. റാങ്കിങ്ങിൽ തന്നെ അത് ഞാൻ പറയാം. അപ്പൊ അത് അങ്ങോട്ട് മുന്നോട്ട് എത്തിക്കാൻ കുറെ പണിയുണ്ട്. അതില്ല, ഞാൻ പറഞ്ഞ 1996 93 റാങ്കിങ്ങിൽ ഉണ്ടായ രാജ്യമാണ് ഇന്ത്യ, ഫിഫ റാങ്കിങ്ങിൽ. 1996 എന്ന് പറയുമ്പോ അറിയിക്കാം ഇന്ത്യ അത്ര ടൈമല്ലല്ലോ, ഫിനാൻഷ്യലി ആയാലും എല്ലാ കാര്യത്തിലായാലും. അവിടെ നിന്ന് 2015 അതായത് രാജ്യം മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ ഫുട്ബോൾ അന്താരാഷ്ട്ര ടീം വന്ന ബാക്കോട്ടേക്കാ പോലെ 2015 ഫിഫ റാങ്കിങ്ങിൽ 174 സ്ഥാനത്തേക്കാണ് ഇന്ത്യൻ രാജ്യം പിന്തള്ളപ്പെട്ടെ. കാരണം ഇന്ത്യയിലെ ക്രിക്കറ്റ് വളർന്ന ടൈമിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ഒരു മൂലയ്ക്ക് പോയി. കാരണം ഫുട്ബോൾ എന്ന സംഭവം ഇന്ത്യയിൽ അധികം കൺസേൺ കൊടുത്തില്ല, ഗവൺമെന്റ് ആയാലും ഒരു തരത്തിലും കൺസേൺ കൊടുത്തില്ല. പക്ഷെ 2015 174 സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ടീം 2 കൊല്ലം കൂടി 2017 ആകുമ്പോഴത്തേക്ക് 94 സ്ഥാനത്തേക്ക് വീണ്ടും കയറി, 96 സ്ഥാനത്തേക്ക് വീണ്ടും റാങ്കിങ്ങിലേക്ക് വന്നു, ഫിഫ റാങ്കിങ്ങിലേക്ക്. അവിടെ നിന്ന് തൊട്ട് ഇപ്പൊ ഇത്ര ഈ 2025 വരുമ്പോ രാജ്യം കുറെ കാലത്ത് പുരോഗമിച്ചു ഫിനാൻഷ്യൽ ആയാലും. കാരണം ഇന്ത്യ ഇപ്പൊ അത്രയും വലിയ രാജ്യമാണ് ഫിനാൻഷ്യൽ ആയാലും എല്ലാ കാര്യത്തിലായാലും. പക്ഷെ 2017 96 ഇന്ത്യൻ ഫുട്ബോൾ ടീം 2025 വന്നെത്തി ജൂലൈയിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് 130 സ്ഥാനത്തേക്ക് വീണ്ടും ഇന്ത്യയിൽ. വേണ്ടപ്പെട്ട ഒരു കൺസേൺ ഗവൺമെന്റ് ആയാലും വഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഇന്ത്യനേക്കാളും ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഫിനാൻഷ്യൽ ആയാലും എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ അല്ലാത്ത പല രാജ്യങ്ങളും ഇപ്പം കയറി വരുന്നുണ്ട്. നമുക്കൊന്ന് ബൾഗേറിയൻ ഇപ്പം 68 റാങ്കിലെത്തി. കഴിഞ്ഞ 2-3 കൊല്ലം മുന്നേ 98 സ്ഥാനത്തുണ്ടായിരുന്നു, ഒരടിക്ക് 68 റാങ്കിലേക്ക്. ഈ പറയുന്ന ഈ റാങ്കിങ്ങിൽ എനിക്ക് തോന്നുന്ന ഒരു 70 താഴോട്ടുള്ള റാങ്കിങ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. ആ ഒരു മാറ്റത്തിനൊന്നും അതിങ്ങനെ നീ പറഞ്ഞ ഓക്കെ മാറി മുമ്പോട്ട് വരുന്നുണ്ട്, താഴോട്ട് വരുന്നു. പക്ഷെ അതൊന്നും ഒരു ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ഫുട്ബോളുമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു റാങ്കിങ് ആയിട്ടൊന്നും കാണുന്നില്ല. അത്രയും പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക, നമ്മളിപ്പോ ഈ കേരള ഗവൺമെന്റ് ആണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്, മുമ്പിൽ നിൽക്കുന്നത്. ഇതിന് എനക്ക് തോന്നുന്നു പാര കുറച്ച് വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന് എന്തോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തൊന്നും സപ്പോർട്ടൊന്നും വരുന്നു അല്ല, അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനക്ക് തോന്നുന്നു ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട്, ഈ ഒരു ഇതുകൊണ്ട് എനക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ച എന്നൊരു ഇതുണ്ടാവില്ല. എനക്ക് തോന്നുന്നു വേറെ ബേസിക് ആയിട്ട് ഒരു മുമ്പോട്ട് പോക്കിന് ഈ ഒരു ഇൻസിഡന്റ് എനക്ക് വലിയ വർക്കാവെന്ന് തോന്നുന്നില്ല. പക്ഷെ എനക്ക് തോന്നുന്നത് ലോക ശ്രദ്ധ നേടാൻ കേരളം എന്നുള്ള ഒരു ചെറിയ സ്ഥലത്ത് അവരെ ഇത്രയും നമ്മളതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത്, അത് മാത്രമല്ല ഇത്രയും ആരാധക പിന്തുണ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ കുറെ മലയാളികൾ ഏതൊക്കെയോ ക്ലബുകൾ പോസ്റ്റുകൾ നമ്മുടെ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആശംസകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ആ ഒരു ലെവലിലേക്ക് കേരളം ഇത്രയും ഫുട്ബോളിനെ ആരാധിക്കുന്നുണ്ട്, അപ്പൊ ആടെ അത്രയും ടാലന്റ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അല്ല ഒരു ചെറിയ ശ്രദ്ധ വന്നില്ലെങ്കിൽ അതൊരു നല്ലൊരു മെച്ചായിരിക്കും തോന്നുന്നു ഈ ഒരു പരിപാടി. ഇതന്നെ ചിലപ്പോ ഇനിയിപ്പോ മെസ്സി വന്നോണ്ട് ഇനിയിപ്പോ മെസ്സിനോടുള്ള ഈ ആരാധന ഈ പറഞ്ഞ വേറെ ഇല്ല മറ്റു രാജ്യങ്ങളില് അറിഞ്ഞിട്ട് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇന്റർ മിയാമി പോലും വേണമെങ്കിൽ ഇവിടെ ഒരു അക്കാദമി തുടങ്ങിക്കൂടാന്നില്ല. അതിപ്പോ മാഞ്ചസ്റ്റർ സിറ്റി മുംബൈ സിറ്റിനെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ സംഭവം ഈ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ വേറെ ക്ലബുകളെ അക്കാദമി അങ്ങനെയുള്ള സംഭവങ്ങളിൽ വന്നുകൂടാന്നില്ല. അത് വന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം. പക്ഷെ അതിന് ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ടും വേണം. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന പക്ഷെ പേടിയുണ്ട്, നല്ല നെഗറ്റീവ്. വേറെ സംഭവം പിന്നെ ഈ എതിർ ടീമിനെ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു പോസ്റ്റിൽ കണ്ടാൽ മതി കേരള ബ്ലാസ്റ്റേഴ്സിന് കളിപ്പിച്ചോട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിപ്പോ നീ പറഞ്ഞ ഈ ട്രോളന്മാരല്ലേ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എല്ലാ മേഖലയിലും ആൾക്കാരുണ്ടാവും, എല്ലാത്തിലും വർക്ക് ചെയ്യുന്നവരും ട്രോളന്മാർക്ക് ഒരു ആഘോഷമായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ പേര് സ്പോർട്സിന്റെ ആരാധകർക്ക്, ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയ സംഭവമായിരിക്കും.
അതുപോലെ ഇതിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്നവര് ഒരു നീ പറഞ്ഞ പോലെ ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഇതൊന്നും ആയിരിക്കും ഇതിന്റെ ബജറ്റും ഈ സ്പോൺസർഷിപ്പ് ഒരു വലിയൊരു സാമ്പത്തിക ഇടപാട് ആ വഴി നടക്കുന്ന ഒരു മേഖലയായിട്ട് മാറും എന്തായാലും. അതുപോലെ തന്നെ ബിസിനസ്സും കൂടും. അതെ, നല്ല രീതിയിലാവട്ടെ. നല്ല അടിപൊളിയായിട്ട് സംഭവം അതന്നെ നമ്മളെ പോലത്തെ ഇപ്പൊ അർജന്റീനയിൽ പോയിട്ട് കളി കാണാൻ പറ്റാത്ത പാവങ്ങളായ നമ്മളെ പോലെ ഇല്ലവരും. പിന്നെ എന്താ പറയാ, വേൾഡ് കപ്പ് ടിവിയിൽ മാത്രം കണ്ട മെസ്സിനെയൊക്കെ ടിവിയിൽ മാത്രം കണ്ട ആൾക്കാർക്കും ഇതുപോലത്തെ എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ ഒരു ഇതിഹാസ താരം എന്നാലും സത്യം ഇതിഹാസ താരം തന്നെ എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല അല്ലെ. അതിന് മാത്രം കൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തെ ആരും ചോദിക്കാനുണ്ടാവില്ല അല്ലെ. ഈ അതിനും മാത്രം ഈ മെസ്സി ചോദിക്കുന്നില്ല. ഇല്ല, ആ ഒരു ചോദ്യമൊന്നും ഇല്ല. അതിന് ആ പ്ലെയറിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത്രക്കും ആണ്. ഇനി ഇതേ പ്രതീക്ഷിക്കണ്ടു 30 മിനിറ്റ് കളിക്കോ 10 മിനിറ്റ് കളിക്കോ അല്ലെ 90 മിനിറ്റ് മുഴുവനും കളിക്കോ അതൊക്കെ ഒന്ന് റൂമിൽ ഇങ്ങനെ കാണിക്കുവോ ഒന്നും പറയാനില്ല. അനക്കൊന്ന് ഗ്രൗണ്ടിലിറക്കായിരിക്കും ഫസ്റ്റ് കളിക്കും, വന്നാ കളിക്കും. കളിച്ചാൽ തന്നെ അനക്കൊന്ന് ഫുൾ ടൈം ഒരു കളി എന്തായാലും ചാൻസ് ഇല്ല. ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും ഇറക്കും. കേരളത്തിൽ വന്നിട്ട് മെസ്സി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചാൽ ഇല്ല. പക്ഷെ അല്ല, അതല്ല, ഓപ്പോസിറ്റ് ടീമിനെ ഇതുവരെയായിട്ട് തീരുമാനിച്ചില്ല. അതിന് പകരം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോർച്ചുഗലിനെ എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ല, അതുപോലെ ആയിട്ട് എന്താടാ ഈ പറഞ്ഞ പോലെ വരാൻ താല്പര്യം ഉണ്ടെന്നില്ല. ലാസ്റ്റ് മാച്ച് ആയിരിക്കും ചിലപ്പോ. പിന്നെ അത് മാത്രല്ല, ഇത്രയും പൈസ മുടക്കാനില്ല ആൾക്കാരെല്ലാം ഉണ്ട് കേരളത്തിൽ. ഇല്ലാണ്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ അതിലൊരു സംഭവം വന്നാലേ ഒരു ന്യൂസ് വാല്യൂ ഇല്ലേ മെസ്സി കേരളത്തിലൊന്നും കളിക്കുന്നില്ലേ. ഈ ന്യൂസ് വാല്യൂന്റെ 10 ഇരട്ടി പണം കിട്ടുന്ന സംഭവം ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിച്ചാൽ മെസ്സി ഇതെന്റെ ലാസ്റ്റ് മാച്ചാണെന്ന് പറഞ്ഞാലും ഓൾറെഡി ഇപ്പം ഇനി നടക്കാൻ പോകുന്ന ഏതൊരു കളിയുണ്ട് അർജന്റീനയിൽ വെച്ചാൽ അതാണ് അർജന്റീനന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് മെസ്സി കളിക്കാൻ പോകുന്നത് ലാസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞു ഓൾറെഡി. അതായത് നാഷണൽ ടീമിന് വേണ്ടി അർജന്റീനയിലെ ഹോം മാച്ച് വെച്ച് കളിക്കാൻ പോകുന്നത് ലാസ്റ്റ് കളി അതാന്ന് മെസ്സി ഓൾറെഡി പറഞ്ഞു. റിട്ടയർമെന്റ് മിക്കവാറും 2026 വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ചിലപ്പം പറയായിരുന്നു. നമുക്ക് എന്താ പറയാ, മെസ്സി കേരളത്തിലേക്ക് വരട്ടെ. അത് നല്ല രീതിയിൽ ആ പരിപാടി നടക്കട്ടെ. അത് ലോകത്തിൽ തന്നെ ഒരു ഏറ്റവും നല്ല പരിപാടി ആക്കാൻ പറ്റിയാൽ അത്രയും നല്ലൊരു ശ്രദ്ധ ഇട്ടിട്ട് നമുക്ക് നമ്മളെ ഈ പോഡ്കാസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ട് നല്ല വിജയത്തിലേക്ക് എത്തിയാല് നമ്മളും പോയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. മെസ്സിയുടെ കൂട്ടിയിൽ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, ഗസ്റ്റ് ആയിട്ട് വിളിക്കാതെ ചെയ്യാം. നല്ല പരിപാടിയല്ലേ. പോട്ടെ, മെസ്സിനെ കൂട്ടിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാലോ. മെസ്സിനെ ഒന്നിച്ചിട്ട് ഡിന്നർ വിത്ത് മെസ്സി അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മള് കുറച്ച് ഫുട്ബോൾ റിലേറ്റഡ് മെയിനായിട്ട് സ്പോർട്സ് അല്ല നമ്മളിതന്നെ വിഷയം മെസ്സി വരുന്നതിനെ പറ്റി വരുന്നതും ഈ ഇന്ത്യൻ ഫുട്ബോളിന്റെ പോക്കും എങ്ങനെയാണ്. അതന്നെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് ഒരു നല്ലൊരു നേട്ടം ഉണ്ടാവട്ടെ. അതിലൊരു ഇതുകൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇടാം, അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ. ഓക്കെ.